റിട്ടയർമെന്റിന് 5 കോടി വേണം, 8 കോടി വേണം, 10 കോടി വേണം. യൂട്യൂബിലൊക്കെ ഇങ്ങനെ കേട്ടിട്ട് പേടിച്ചിട്ടുണ്ടോ? പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. എല്ലാവർക്കും 5 കോടി വേണ്ട എന്നതാണ് സത്യം. കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നോട് ചോദിച്ചു, മാഡം, യൂട്യൂബിൽ കണ്ടു റിട്ടയർമെന്റിന് 5 കോടി വേണ്ടി വരുമെന്ന്. എന്റെ ജീവിതത്തിൽ അത്രയും സമ്പാദിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ കണ്ടത് പണം നഷ്ടപ്പെട്ട ഒരാളുടെ മുഖമല്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാളെയാണ്. റിട്ടയർമെന്റ് പ്ലാനിംഗ് എന്നത് വലിയൊരു തുക കണ്ടെത്തുകയല്ല, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ തുക കണ്ടെത്തലാണ്. എന്തുകൊണ്ട് പലർക്കും പല നമ്പേഴ്സ് ആകുന്നു? കാരണം പലരും വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും റിട്ടയർമെന്റ് ഏജ്, മന്ത്ലി എക്സ്പെൻസ്, എക്സിസ്റ്റിംഗ് അസറ്റ്സ്, ഇൻഫ്ലേഷൻ, പെൻഷൻ, റെന്റൽ ഇൻകം, ലൈഫ് സ്റ്റൈൽ, ഹെൽത്ത്, ലൈഫ് എക്സ്പെക്ടൻസി ഇതെല്ലാം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ തുകയുമാണ് ആവശ്യം. ഒരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു വ്യക്തി, അയാളുടെ മാസം എക്സ്പെൻസ് 40,000 രൂപ. അയാൾക്ക് സ്വന്തം വീടുണ്ട്, EPF ഉണ്ട്, LIC പെൻഷൻ ഉണ്ട്. ഒരു കോർപ്പസ് മാത്രമേ അദ്ദേഹത്തിന് ആവശ്യമുള്ളൂ. രണ്ടാമത്തെ വ്യക്തിയുടെ കാര്യം നോക്കാം. അദ്ദേഹത്തിന്റെ എക്സ്പെൻസ് 1,50,000 രൂപയാണ്. അയാൾക്ക് സ്വന്തമായി വീടില്ല, റെന്റൽ ഹൗസ് ആണ്, പെൻഷനുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട കോർപ്പസ് വ്യത്യസ്തമാണ്. പലരും എന്നോട് ചോദിക്കുന്നത് ഏത് മ്യൂച്വൽ ഫണ്ട് നല്ലതാണ്, ഏത് LIC പ്ലാൻ എടുക്കണം, എത്ര SIP ചെയ്യണം. ഇവയെല്ലാം നല്ല ചോദ്യങ്ങളാണ്. പക്ഷേ ആദ്യത്തെ ചോദ്യം ഇതല്ല ചോദിക്കേണ്ടത്. ആദ്യത്തെ ചോദ്യം എനിക്ക് ശരിക്കും എത്ര പണം വേണം എന്നതാണ്. ഈ ചോദ്യം ചോദിക്കാതെ പ്ലാൻ തുടങ്ങുന്നത് വിലാസമറിയാതെ യാത്ര തുടങ്ങുന്നത് പോലെയാണ്. ഞാൻ എല്ലാ ക്ലയന്റുകളോടും ആദ്യം ചെയ്യുന്ന കാര്യം ഇതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇന്നത്തെ ജീവിത ചെലവ് മനസ്സിലാക്കുക. രണ്ടാമത്തത് വിരമിച്ച ശേഷവും വരേണ്ട വരുമാനം എത്രയെന്ന് കണക്കാക്കുക. മൂന്നാമത്തെ സ്റ്റേജ് നിലവിലുള്ള ആസ്തികൾ അല്ലെങ്കിൽ അസറ്റ്സ്, മറ്റു വരുമാന മാർഗങ്ങളും എന്തൊക്കെയെന്ന് മനസ്സിലാക്കുക. നാലാമത് ഫിനാൻഷ്യൽ ഗ്യാപ്പ് കണ്ടെത്തുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് ആ ഗ്യാപ്പ് നികത്താനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഇതിനെയാണ് ഞാൻ ഫിനാൻഷ്യൽ ക്ലാരിറ്റി എന്ന് വിളിക്കുന്നത്. സുഹൃത്തുക്കളെ, റിട്ടയർമെന്റിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കോടികളല്ല, മനസ്സമാധാനമാണ്. ശരിയല്ലേ? എന്റെ ജീവിത ചെലവിനുള്ളത് എനിക്കുണ്ട്. മക്കൾക്ക് ഞാൻ ഭാരമാകില്ല. എന്റെ ചികിത്സയ്ക്കുള്ള പണം എനിക്കുണ്ടാകും. എന്റെ ജീവിതം ആത്മാഭിമാനത്തോടെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ആത്മവിശ്വാസത്തെയാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് വിളിക്കുന്നത്. അതിനാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമെന്ന് വിചാരിക്കരുത്. അതിൽ കേൾക്കുന്ന ഓരോ കണക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതുമില്ല. മറ്റൊരാളുടെ ലക്ഷ്യം അത് നിങ്ങളുടെ ലക്ഷ്യമാകണമെന്നില്ല. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ട യഥാർത്ഥ കണക്ക് അത് നിങ്ങൾ കണ്ടെത്തണം. അതാണ് യഥാർത്ഥ ഫിനാൻഷ്യൽ പ്ലാനിംഗ്. നിങ്ങളുടെ റിട്ടയർമെന്റ് നമ്പർ നിങ്ങൾക്കറിയാമോ? താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തു എന്റെ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തു വെറും 2 മിനിറ്റിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്കോർ അറിയൂ. അതിനുശേഷം നിങ്ങൾക്ക് ശരിയായ ഒരു റോഡ് മാപ്പ് വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞാനിവിടെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. കാരണം ശരിയായ ഫിനാൻഷ്യൽ ക്ലാരിറ്റി അത് ഒരാളുടെ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാവി മാറ്റാൻ കഴിയും. ഞാൻ ജയശ്രീ ഗോവിന്ദ്, ഫിനാൻഷ്യൽ ക്ലാരിറ്റി കോച്ച്, ഫൗണ്ടർ ഓഫ് ദ വെൽത്ത് മാസ്റ്ററി ഹബ്. വീണ്ടും അടുത്ത ഫിനാൻഷ്യൽ ക്ലാരിറ്റി സീരീസിൽ കാണാം.